വിമാനയാത്രക്കാർക്ക് തിരിച്ചടിയായി രാജ്യത്ത് വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുവാൻ സാധ്യത. ഏപ്രിൽ 1 മുതൽ ആഭ്യന്തര അന്തർദേശീയ വിമാന നിരക്കുകളിൽ വർധനവ് ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതും വിമാന ഇന്ധനമായ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന്റെ വിലയിലുണ്ടായ വർധനവുമാണ് നിരക്ക് വർധനവിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം മൂലം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം ആഗോള എണ്ണ വിപണിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇത് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാൻ കാരണമായി. എയർ ഇന്ത്യ, ഇൻഡിഗോ, അഗാസ എയർ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ ഇതിനോടകം തന്നെ ഇന്ധന സർചാർജ് ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. ദൂരത്തിനനുസരിച്ച് 100 രൂപ മുതൽ 1100 രൂപ വരെ അധികമായി യാത്രക്കാർക്ക് നൽകേണ്ടി വരും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കാരണം പല വിമാന കമ്പനികളും സുരക്ഷിതമായ മറ്റ് ദീർഘദൂര പാതകൾ തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് യാത്രാസമയം വർദ്ധിപ്പിക്കുകയും ഇന്ധന ചെലവ് കൂട്ടുകയും ചെയ്യുന്നു. വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവിന്റെ പ്രസ്താവന പ്രകാരം ഇന്ധനവില വർദ്ധിക്കുന്നത് ടിക്കറ്റ് നിരക്കിനെ നേരിട്ട് ബാധിക്കും. വിമാന കമ്പനികളുടെ മൊത്തം പ്രവർത്തന ചെലവിന്റെ 35 മുതൽ 45% വരെ ഇന്ധനത്തിനായാണ് ചെലവാകുന്നത്. ഏപ്രിൽ 1-ന് ATF വില പുതുക്കി നിശ്ചയിക്കുന്നതോടെ ടിക്കറ്റ് നിരക്കുകളിലും കാര്യമായ മാറ്റമുണ്ടാകും. നിലവിൽ അവധിക്കാലം മുന്നിൽ കണ്ട് യാത്ര പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതാണ് ലാഭകരമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുകയാണെങ്കിൽ മാത്രമേ വരും മാസങ്ങളിൽ ടിക്കറ്റ് നിരക്കിൽ കുറവ് പ്രതീക്ഷിക്കാനാവൂ. വിമാന കമ്പനികൾ യാത്രക്കാരെ അമിതമായി ബുദ്ധിമുട്ടിക്കാതെ സുരക്ഷിതമായ സർവീസ് നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.